ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ല അടിപൊളി വീക്കെൻഡ് പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് എപ്പിസോഡില്ല, പക്ഷെ ഇന്നലെ ടി വിയിൽ വീക്കെൻഡ് പ്രൊമോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആട്ടോ പറയണത്. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അമ്മല് പറയുന്നുണ്ട്, വിനായകട്ട് ടെൻഷൻ അടിക്കണം കേട്ടോ, അവരെ തേൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്, തേൻ മേടിച്ച് കഴിഞ്ഞിട്ട് അവര് പൊയ്ക്കോളും എന്ന് പറയുമ്പോഴേക്കും ഗംഗ പറയുന്നുണ്ട്, അവന് സൂക്ഷിക്കണം, ഭയങ്കര സാധനമാണ്, അവനാണ് ഈ കാടും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളെയൊക്കെ വേട്ടയാടി തിന്നണതൊക്കെ അവനും അവന്റെ ആൾക്കാരാണെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അമല് പറയണ്ട, എനിക്ക് മനസ്സിലായി വിനായകേട്ട, എനിക്ക് വിനായകേട്ടന് വിശ്വാസമാണ്, ഇതേ ആ വേലു മനഃപൂർവ്വം ചെയ്തതാണ്, അവൻ മനഃപൂർവ്വമാണ് അവരിവിടെ കൊണ്ടുവന്നത്, എന്നിട്ട് ആരോടും പറഞ്ഞില്ല അവര് വരുന്ന കാര്യം. എന്തിനാണെന്ന് അറിയാമോ? അപ്പൊ അവരെങ്ങാനും വന്നിട്ട് ഇനി എങ്ങാനും വിനായകേട്ടനെ കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് അടിച്ചിട്ട് പോട്ടെ, അല്ലെങ്കിൽ വിനായകേട്ടനെ കൊന്നിട്ട് പോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തത്. ഇതിന് അവനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് വിനായകേട്ട, വിനായകേട്ട ടെൻഷൻ ആവണ്ട, എന്റെ വയറ്റില് കുഞ്ഞിന്റെ അച്ഛനാണ് വിനായകേട്ടൻ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല, വിനായകേട്ടന് ദോഷമായിട്ടുള്ളതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യും, അവര് പോകുന്നവരെ വിനായകേട്ടനോട് മാറി നിൽക്ക് എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് കുറച്ചും കൂടെ മാറി നിൽക്കാട്ടോ. ആ സമയത്താണ് ഗംഗപ്രസാദ് ആ കാഴ്ച കാണുന്നത്. അവിടെ കുറെ ഒരു 5-6 കുപ്പിയില് തേൻ നിറച്ച് നല്ല ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ് വെയില് കേട്ടോ, അതായത് കിരണിനും കല്യാണിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ തേൻ കാണുമ്പോഴേക്കും ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കുകയാണ്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഇന്നലെ രാത്രി ഫുള്ളും പോയി തേൻ പോയി നോക്കി എടുത്തോണ്ട് വന്നത്, ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ, അവർക്ക് അത്രമാത്രം തേൻ ഇഷ്ടമായിരുന്നത്രേ. തേനിന് വേണ്ടി മാത്രമല്ല അവരെന്നെ അന്വേഷിക്കാനും വേണ്ട ഈ കാട്ടിലേക്ക് വന്നത്. ഈ തേൻ അവര് കുടിക്കണ്ട, കുടിച്ചാൽ അവര് അധികം നാള് ജീവനോട് ഇരിക്കേണ്ട, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുകയാണ് ഗംഗ. ശേഷം ഗംഗക്ക് ഒരു ഒരു ഇത് വരുവാട്ടോ, ഒരു കാര്യം ചെയ്യാം, ഈ തേനിലെ കുറച്ച് വിഷം അങ്ങോട്ട് കലക്കാം എന്ന് വിചാരിക്കുകയാണ്. ശേഷം നമ്മുടെ കുറച്ച് വിഷം എടുത്തോണ്ട് വന്നതിന് ശേഷം ഗംഗപ്രസാദ് ആ തേനിൽ ഒരു കുപ്പി ബോട്ടിൽ തുറക്കുവാട്ടോ. എന്നിട്ട് ആ ബോട്ടിലേക്കാണ് ഗംഗപ്രസാദ് തേനിന്റെ ഉള്ളിലേക്ക് വിഷം ഇട്ടിട്ട് ആ ബോട്ടിൽ പഴയ പോലെ തന്നെ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുവാട്ടോ. ആ എല്ലാ ബോട്ടിലും ഒഴിക്കാന്നാ വിചാരിക്കുന്നത്, പക്ഷെ അപ്പോഴേക്കും പുറത്ത് ആ വേലുവിന്റെ ശബ്ദം അപ്പുറത്ത് കേൾക്കുന്നുണ്ട്. ഇനി അവരെങ്ങനെ കണ്ടു കാണുമായിരിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കേട്ടോ ഗംഗ. ആ സമയത്ത് വേലു ആ കുപ്പികളൊക്കെ നോക്കുവാണ്. ആ വിനായകൻ എന്തിനു പണി ഒപ്പിക്കുമായിരിക്കോ, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇതിലൊന്നും അവനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേലു ഒന്നും കൂടി തേനിന്റെ ആ കുപ്പിയൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. ആ സമയത്ത് ഗംഗപ്രസാദ് ആലോചിക്കുന്നുണ്ട്, ഈ തേൻ നീ കൊണ്ടേ കൊടുക്കടാ, ഈ തേൻ കുടിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ മരിക്കും, ഒന്നില്ലെങ്കിൽ അവൻ തന്നെയായിരിക്കും, അവനും അവന്റെ ഭാര്യയായിരിക്കും മരിക്കാൻ പോണത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എങ്ങാനും കാർത്തികക്കോ ലക്ഷ്മി അമ്മക്കോ ആണ് അവൻ ആ തേൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും, അവരുടെ ശവം എനിക്ക് കാണാം. എന്തായാലും ദൈവമായിട്ട് തന്നെയാണ് കിരണിനെയും കല്യാണിനെയും ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ലല്ലോ, അഥവാ കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മ മരിച്ചില്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ 1-2 മരണം എന്തായാലും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കാട്ടോ നമ്മുടെ ഗംഗപ്രസാദ്. അതേസമയം വേലുവാണെങ്കിൽ ആ തേൻ കൊണ്ടുവന്നിട്ട് കിരണിനെയും കല്യാണിക്കും കൊടുക്കുന്നുണ്ട്. ഇത്രയും കുപ്പി തേനാണ് ഉള്ളതെന്ന് പറയുമ്പോ, അയ്യോ ഇത്രയൊന്നും വേണ്ടായിരുന്നോ, ഇവിടത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടേ, അതൊന്നും കുഴപ്പമില്ല, 2-3 മാസം ആകുമ്പോഴേക്കും വീണ്ടും തേനീച്ചക്കൂട്ടിൽ തേൻ നിറയും, ഞങ്ങൾ അതെടുത്തോളാം എന്ന് പറയുമ്പോ കല്യാണി പറയുന്നുണ്ട്, പാവം തേനീച്ചകൾ, നമ്മളെ പ്രാഗനുണ്ടാവോലെ, അങ്ങനെയൊന്നുമില്ല, തേനീച്ചകൾ തേനെടുക്കുക അത്രയല്ലേ ഉള്ളൂ, തേനീച്ചക്കൂട് പിന്നെ എന്ത് ചെയ്യാനാ, അതുകൊണ്ട് ഇതിന് നമുക്ക് ഔഷധ ഗുണങ്ങൾ ഒത്തിരി ഉണ്ട് മാഡം, സാർമ്മ വിചാരിക്കുന്ന പോലെയല്ല, തേൻ കുടിച്ചാൽ നമുക്ക് എത്ര തൊണ്ടവേദനയും ചുമയുണ്ടെങ്കിലൊക്കെ പമ്പ കിടക്കും. അത് ശരിയാട്ടോ, അന്ന് വെയില് തന്ന തേനുണ്ടല്ലോ, അത് കുടിച്ചപ്പോ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടക്ക് അസ്വസ്ഥതയൊക്കെ വരാറുണ്ട്, ഇപ്പൊ അതൊന്നും വരുന്നില്ല, അമ്മയും അച്ഛനൊക്കെ അത് തന്നെയാ പറഞ്ഞത്, എന്തായാലും അവർക്കെല്ലാം ഒരുപാട് സന്തോഷം, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ മൂപ്പം പറയണ്ട, അയ്യോ അതെന്തൊരു പോക്കാണ്, വന്നിട്ട് ഒരു ചുക്ക് കാപ്പി മാത്രമല്ലേ കുടിച്ചുള്ളൂ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം, അയ്യോ ഞങ്ങൾക്ക് തിരിച്ച് അവിടേക്ക് എത്തേണ്ടതല്ലേ, ആ ഭക്ഷണമൊക്കെ പിന്നീട് ഒരിക്കൽ വരുമ്പോ ആകാം എന്ന് പറയുമ്പോ വേലു പറയണ്ട്, അത് സാരില്ല, കടവ് വരെ ഞാൻ നിങ്ങളെ എത്തിച്ചോളാം എന്ന് പറയണം. കണ്ടില്ലേ, വേലു എത്തിച്ചോളും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവൻ നന്നായിട്ടറിയാം, ഒരു കാട്ടുമൃഗങ്ങളും നിങ്ങളെ ഉപദ്രവിക്കാത്ത തരത്തിൽ അവൻ നിങ്ങളെ കടവിലേക്ക് എത്തിച്ചോളും എന്ന് പറയണം. അയ്യോ അത് പിന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങളുടെ ഇവിടെ വന്നതല്ലേ, നമ്മുടെ രീതിയിൽ ഒരു ഊണും കാര്യങ്ങളൊക്കെ കഴിക്കാം എന്ന് പറയണം. അങ്ങനെ കിരണും കല്യാണിയും അവരുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കാട്ടോ. അപ്പൊ നമ്മുടെ മൂപ്പൻ ഭാര്യയെടുത്ത് പറയണ്ട്, അതെ വള്ളി ഇവർക്കുള്ള ഭക്ഷണം കൊണ്ടുപോവാ,
നമ്മുടെ മൂപ്പത്തിയാണെന്നുണ്ടെങ്കിൽ കിരണിനും കല്യാണിക്കും ആ വാഴയിലയിൽ ചോറും അതുപോലെ തന്നെ അവിടെയുള്ള ഭക്ഷണം, അതായത് അവിടെയുള്ള പുഴയിലുള്ള മീനൊക്കെ ഭക്ഷണം കറിയാക്കി വറുത്ത് ഒക്കെ കിരണിനും കല്യാണിക്കൊക്കെ കൊടുക്കുകയാണ്. അവരത് കഴിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അത്ഭുതം പോലെ തോന്നുവാണ്. അയ്യോ, ഈ കറികൾക്കും അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിനൊക്കെ എന്തൊരു രുചിയാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പല ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. ദേ ഈ കല്യാണി ഉണ്ടല്ലോ, ഭക്ഷണം ഉണ്ടാക്കാൻ വളരെ സൂപ്പറായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ഇവളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ എന്ത് ടേസ്റ്റാന്നറിയാവോ. പക്ഷെ ഇത് അതിനേക്കാളും കടത്തി വെട്ടി. ഞാൻ ഇതുവരെ ഇവളുടെ ഭക്ഷണത്തിനപ്പുറം ഒരു ഹോട്ടലിൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞേ പറ്റൂ, അത്ര സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട, അതെ അതെ, ഹോ, സാധാരണ രീതിയിൽ ഞാൻ ഇത്രയും ഭക്ഷണം കഴിക്കാറില്ല, പക്ഷെ ഇത് കഴിക്കുമ്പോഴുണ്ടല്ലോ കഴിച്ചു പോയിക്കൊണ്ടിരിക്കുക. അത്ര സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട്, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് എന്തൊരു രുചിയാ എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണി ഭക്ഷണം കഴിക്കാട്ടോ. ഇതെല്ലാം തന്നെ ഗംഗ ഒരു മൂലക്ക് മാറി നിന്ന് കാണുന്നുണ്ട്. ഗംഗ മനസ്സിൽ വിചാരിക്കണം, കഴിക്കട്ടെ കഴിക്കട്ടെ, അവരുടെ അവസാന ഭക്ഷണമല്ലേ അത് എന്ന് പറഞ്ഞിട്ട് ഇന്ന ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും കിരണും കല്യാണിയും പറയണ്ട്, എങ്കിൽ ശരി, ഇവിടെ മൂപ്പ് പറയണ്ട്, എന്നാൽ ശരി, ഇവിടെ വന്നതിലും കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. സാധാരണ നാട്ടിലെ ആൾക്കാർ വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷനും പേടിയൊക്കെയാ. കാരണം നാട്ടിലെ ആൾക്കാർ നമുക്ക് അത്രമാത്രം ദുരിതമാണ് തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കിരണും കല്യാണിയും പണ്ടയോ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ നല്ലവരുണ്ടാവും. ഞാനും കല്യാണിയും ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ ഇവിടെ വന്നതിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് മൂപ്പ. അത് മൂപ്പനോട് ഞങ്ങൾ ഇനി കള്ളം പറയുന്നില്ല. എന്താന്ന് മൂപ്പൻ ചോദിക്കുമ്പോൾ, അതെ, നാട്ടിൽ നിന്ന് ഒരു അതിഭീകരൻ, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്ത ഒരു വൃത്തികെട്ട ഒരു എന്താണ് പറയണ, വൃത്തികെട്ട ഒരു മനസ്സിനുടമയായിട്ടുള്ള ഒരാള് കാട്ടിലേക്ക് വന്നിട്ട് ഒരു അറിയിപ്പ് കേട്ടിട്ടുണ്ട്. അതനുസരിച്ച് അയാളെങ്ങാനും ഇവിടെ ഉണ്ടോന്ന് അറിയാൻ കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയാണ്. അങ്ങനത്തെ ഒരാളെന്ന് പറയുമ്പോ എന്താന്നൊക്കെ മൂപ്പൻ ചോദിക്കുകയാണ്. കിരൺ പറയണ്ട്, അവൻ ഒരുപാട് കൊലപാതകം ചെയ്തിട്ടുണ്ട്, ഒരു വാടക ഗുണ്ടയാണ്, ഒരു മനസാക്ഷിയില്ല, വേഷം മാറി അതുപോലെ തന്നെ ആള് മാറിയൊക്കെ പല സ്ഥലങ്ങളിൽ പല വേഷത്തിലും പല ഭാവത്തിലും അവൻ നടക്കും. കണ്ടു കഴിയുമ്പോ പഞ്ചപാവെന്ന് പോലെ തോന്നും. ദേ ഞാനും കല്യാണിയൊക്കെ അവനൊരുപാട് വിശ്വസിച്ചതാ. കല്യാണിയുടെ അമ്മ മരിച്ചിട്ട് 1.5 മാസേ ആയിട്ടുള്ളൂ. ഇവളുടെ അമ്മ ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു, ഒരു പാവം, ഒരുപാട് അനുഭവിച്ചിട്ട് ഒരു പാവം സ്ത്രീയായിരുന്നു. അവരെയാണ്, ഒരു നിഷ്കളങ്കയായിട്ടുള്ള അവരെയും കൂടിയിട്ടാണ് ഇവൻ ഈ ദുഷ്ടൻ കൊന്നത്. ആ ദുഷ്ടന്റെ പേര് ഗംഗപ്രസാദ് എന്നാണ് എന്ന് പറയാണ്. ഗംഗപ്രസാദോ? അതെ, ഗംഗപ്രസാദ് അവന്റെ പേര്. അവനെങ്ങാനും ഈ കാട്ടിലെങ്ങാനും ഉണ്ടോന്ന് അറിയാൻ കൂടിയിട്ടാ ഞങ്ങൾ വന്നത് എന്നിപ്പോ മൂപ്പൻ പറയണ്ട്, ഈ കാട്ടിൽ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാട്ടു ദൈവങ്ങൾ അവരെ വെറുതെ വിടില്ല മോനെ. കാട്ടില് വെച്ചിട്ട് അവരെന്തിനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടില് ശിക്ഷ വിധിക്കുന്നത് കോടതി നിയമങ്ങളൊക്കെ അല്ലേ, അതൊക്കെ പുഷ്പം പോലെ ഇറങ്ങിപ്പോണത് ഓരോരുത്തരെ. അങ്ങനെയൊന്നുമല്ല കാട്ടിലെ നിയമം. ശരിക്കുള്ള നിയമം കാട്ടിലാണ്. കാരണം എന്ത് തെറ്റാണ് അവർ ചെയ്തത് അതിന്റെ 10 ഇരട്ടി മടങ്ങ് അവർക്ക് ശിക്ഷ കൊടുക്കും കാട്ടിലെ ദൈവങ്ങൾ. അതുകൊണ്ട് മക്കൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. അങ്ങനെ ഏതെങ്കിലും ഒരുത്തിനോട് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷ കിട്ടിയിരിക്കും. അത് ഈ മൂപ്പനാണ് പറയണത് എന്നൊക്കെ പറയാണ്. അപ്പോഴും മൂപ്പൻ ഗംഗപ്രസാദിനെ കാണിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ. ഗംഗപ്രസാദിനെ അന്വേഷിച്ച് പോലീസുകാരൊക്കെ അവിടെ വരുന്ന ഭാഗമൊക്കെ പ്രൊമോയില് കാണിക്കുന്നുണ്ട്. അതെന്തിനാന്നുള്ളത് അതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ സാധിക്കും. പിന്നെ ഗംഗ വിഷം ചേർത്ത ആ ഒരു തേൻ കല്യാണിയും കിരണും കുടിക്കോ, അതോ ഒരു തേൻ കുപ്പി ഇന്നാ നിങ്ങൾ തന്നെ വെച്ചോ എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ കൊടുക്കുമോന്ന് അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.